ഹലോ ഗൈസ്, ബിഗ് ബോസിന്റെ ഞായറാഴ്ചത്തെ എപ്പിസോഡ് എൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അച്ചു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കരുത്. ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ഒരു സുഖമില്ലായിരുന്നു. ഒരു നനഞ്ഞ എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഒരു രസം ഉണ്ടായിരുന്നില്ല. എല്ലാം ചോദിച്ച് സ്കൂൾ കുട്ടികളെ പോലെ തന്നെ എല്ലാം ചോദിച്ച് പെറുക്കി ചോദിച്ചിറക്കി പോകാതല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് ഒരു കോരിത്തരിപ്പിക്കുന്ന രീതിയിൽ ലാലേട്ടനൊന്നും തന്നെ ചെയ്തിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അവരുടെ പ്രമോയും കാര്യങ്ങളൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. 7ന്റെ പണി, 8ന്റെ പണി, 10ന്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ല. ചുമ്മാ ജസ്റ്റ് നമ്മൾ അംഗൻവാടിയിലൊക്കെ പിള്ളേരോട് അത് ചെയ്തോ, അത് ചെയ്തു, ഇനി ചെയ്യരുത് കേട്ടോ, ഓക്കെ, അങ്ങനെ പറയുന്ന ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാണ്ട് പ്രത്യേകിച്ച് അതിലൊരു എന്നാ ഒരു ഇതില്ല. ലാലേട്ടൻ്റെ ഒരു പവർ വന്നിട്ടില്ലായിരുന്നു. ലാലേട്ടൻ വന്ന് ഫസ്റ്റ് തന്നെ കുക്കിംഗ് ടീമിനെ കുറിച്ച് ചോദിച്ചു. കുക്കിംഗ് ടീമിൽ അനീഷ് ചൂല്, ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ചൂല് അവരുടെ സ്ലാബ് അടിക്കാനൊക്കെ എടുത്തായിരുന്നല്ലോ. അപ്പം അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവിടെ നിറച്ച് ഉറുമ്പായിരുന്നു. അപ്പം അവർ ഈ വെസൽ ടീം ഇവർ കണ്ടിക്കുന്ന സാധനങ്ങൾ, ഈ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ വെസൽ ടീം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുക്കിംഗ് ടീം അവിടെ ഇട്ടിട്ട് പോയി. അങ്ങനെ ഈച്ച വരുന്നത്, ആ ചൂല് അങ്ങനെ ഉപയോഗിക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ചൂല് വേണമെങ്കിൽ ചൂല് ബിഗ് ബോസിനോട് ചോദിച്ചൊരു ചൂല് വാങ്ങാനൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അത് ചോദിക്കാനുള്ള ബോധം അവർക്കില്ല. അവർക്ക് എങ്ങനെയും ക്രിയേറ്റ് ചെയ്ത് വഴക്കുണ്ടാക്കണമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഇതും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഒരു ഇത് അവർക്ക് മെയിനായിട്ടുള്ളത്. അപ്പൊ ലാലേട്ടൻ തന്നെ അറിഞ്ഞൊരു ചൂല് അവർക്ക് സ്പോൺസർ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചോറിന്റെ വിഷയം ചോദിച്ചു. അനീഷ് ചോറ് കൊണ്ട് കളയുന്നതിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അനീഷ് പറഞ്ഞാൽ ചോറിന് സ്മെല്ലുണ്ടായിരുന്നു, അതുകൊണ്ട് കളയാൻ പോയെന്ന് പറഞ്ഞു. അപ്പൊ ലാലേട്ടൻ നിൽക്കുമ്പോ തന്നെ അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പറയുക. ഒരു ലാലേട്ടൻ ഒന്ന് റെസ്പെക്ട് കൊടുക്കാത്ത പോലെയായിരുന്നു തോന്നിയിരുന്നു എനിക്ക്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പറയാ കാര്യങ്ങളെല്ലാം. അപ്പൊ അങ്ങനെ ആ ചോറ് കളയതിനെ കുറിച്ച് ചോദിച്ചു. അപ്പം ജിസേലിന്റെ കൈ തട്ടിയങ്ങാണ്ട് പരിപ്പേറിപ്പോയി, അതെല്ലാവരും പുറത്തറിയിക്കാതെ ഒതുക്കി തീർത്തെന്നൊക്കെ അനീഷ് പറയുന്നുണ്ടായിരുന്നു. അത് ജസ്റ്റ് പരിപ്പേറി പോയതല്ല. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, അല്ല അനീഷ് കളയാൻ വെച്ചെന്ന ചോറ് ഞാനാ ലാലേട്ട വൈകുന്നേരം കഴിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്തിനാണ് അനീഷ ചോറ് കൊണ്ട് കളഞ്ഞെന്ന് ഇതുവരെ എനിക്ക് ഒരു ക്ലാരിറ്റി അതിൽ ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ, എന്താ സംഭവം എന്നുള്ള കാര്യം. പിന്നെ നിവീന് സാധനം കട്ടെടുക്കുന്നതിനെ കുറിച്ച്, ഇങ്ങനെ കട്ടെടുക്കാൻ പാടില്ല, അത് സ്ട്രിക്റ്റ് ആയിട്ട് വാർണിംഗ് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ. എനിക്ക് തോന്നുന്നത് നിവീൻ അത് എടുക്കുമെന്ന് തന്നെ തോന്നുന്നത്. നിവീന്റെ സ്വഭാവം വെച്ച് നിവീൻ അത് എടുക്കാതിരിക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. നിവീൻ എടുക്കുക തന്നെ ചെയ്യും എന്ന് തോന്നുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ലാലേട്ടൻ അക്ബറും അനുവിൻ്റെയും വിഷയം, അക്ബറും രേണുവിൻ്റെയും വിഷയം. രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്നെ മനസ്സിനെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്, ഇനി ഞാൻ അവനോട് ഒരിക്കലും ക്ഷമിക്കില്ല, ഈ വീട്ടിൽ നിന്ന് പോവേണ്ട വന്നാലും ഞാൻ ക്ഷമിക്കില്ല, എനിക്ക് അത്ര മുറിവ് പറ്റിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് ലാലേട്ടൻ ചോദിച്ചു. അപ്പൊ ഞാൻ ക്ഷമിച്ചില്ല. അപ്പൊ അക്ബർ രേണുവിന്റെ പുറകെ പാട്ടും പാടി ക്ഷമിക്കാനൊക്കെ പാട്ടും പാടി കിടക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പൊ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു അക്ബർ ചെയ്തൊക്കെ കാണാനേ. അപ്പൊ കാണിച്ചു കൊടുത്തു. അപ്പൊ ഈ രേണു അപ്പോൾ ക്ഷമിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ലാലേട്ടൻ ക്ഷമിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം, നല്ലൊരു മനസ്സിന്റെ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരോട് ചോദിക്കാൻ രേണുവിന് മനസ്സിലായി. രേണുവിനിട്ട് പണി പാളി, ഈ ഒരാഴ്ച കണ്ടന്റ് കൊണ്ട് നടന്നിട്ട് ഇനി കാര്യമില്ല, പണി പാളി തുടങ്ങിയെന്ന് മനസ്സിലായി. ഇപ്പൊ രേണു കുഴപ്പമില്ല ലാലേട്ടാ, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിനെ ക്ഷമിച്ചു വിട്ടു. അപ്പൊ അതുവരെ ക്ഷമിക്കേണ്ട വന്നാൽ, ഞാൻ ഈ വീട് വിട്ട് പോകേണ്ട വന്നാലും ഞാൻ ക്ഷമിക്കില്ലെന്ന് പറഞ്ഞാൽ രേണു ലാലേട്ടന്റെ ഒറ്റ ഇതിൽ അതിനെ ക്ഷമിച്ചു കേട്ടോ. അതേതായാലും നന്നായി. ഇല്ല രേണു ആ കണ്ടന്റ് പിടിച്ച് ഇങ്ങനെ പോയേനായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്റെ സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ എന്ന് സുധിക്കാടൊക്കെ എടുത്ത് ഇടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. എന്തായാലും ലാലേട്ടൻ അതവിടെ ഫിനിഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ആ പ്രോബ്ലം അവിടെ ഇനി അതും കൊണ്ട് പോകണ്ട, മതിമോളെ നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം അവിടെ നിർത്തി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇങ്ങനെ രേണുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ശാരികയുടെ വിഷയം. ശാരിക ഇടയ്ക്കിരുന്ന് രേണുവിനെ പിരികേറ്റി കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. നീ അത് ഞാനാണ് ക്ഷമിക്കത്തില്ല, നീ ക്ഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരിക നല്ല രീതിയിൽ സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു രേണുവിനെ. അപ്പൊ ആരും ഇങ്ങനെ രേണുവിനോട് പറഞ്ഞല്ലോ ഇങ്ങനെ ക്ഷമിക്കരുതെന്ന് പറഞ്ഞല്ലോ, അത് ആരാ? അപ്പൊ ശാരിക അടുത്തിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണെന്ന് പറഞ്ഞാൽ ശാരിക അടുത്തിരുന്ന് പറയുന്നുണ്ടായിരുന്നു. ശാരികയുടെ മോഭാവമൊക്കെ ഞാനല്ല എന്നറിയത്. പക്ഷെ ലാലേട്ടൻ ഇത് കാണിച്ചു കൊടുത്ത് സംഭവം പൊക്കി, ശാരികനെ പൊക്കി. അപ്പൊ ശാരിക ചോദിച്ചത്, നിങ്ങൾ ക്ഷമിക്കത്തില്ല, നിങ്ങളല്ലല്ലോ വേറൊരാള് ക്ഷമിക്കുമോ, നിങ്ങൾ അടുത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തില്ലെന്ന് പറഞ്ഞ് ശാരികയുടെ ആ സ്ക്രൂഗായിട്ട് കറക്റ്റ് ആയിട്ട് ലാലേട്ടൻ പൊക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ വീഡിയോ കാണിച്ചു കൊടുത്തു. പിന്നെ രേണു ക്ഷമ സ്വീകരിച്ചു. ആ വിഷയം അവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോമിനേഷനിൽ വന്നവര് ഷാനവാസിന്റെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. എല്ലാവരും കുഴപ്പമില്ല, നല്ല ക്യാപ്റ്റൻസിയാന്നാ പറഞ്ഞത്. ക്യാപ്റ്റന്മാരെന്നാട്ടോ പറഞ്ഞത്. അനീഷ് ഇടയ്ക്കിടയ്ക്ക് കയറി ക്യാപ്റ്റൻസിയിൽ ഇത് ഉണ്ടായിരുന്നല്ലോ. ഷാനവാസ് പറയുന്നതിന് മുന്നേ അനീഷ് ക്യാപ്റ്റനായിട്ട് എല്ലാം പറയുന്നുണ്ട്. അപ്പൊ
ഷാനവാസ് പറഞ്ഞാൽ ഞാനാ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു ലാലേട്ടായിരുന്നു അനീഷ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പം അനീഷിനോട് ചോദിക്കുന്നു, അനീഷിന് ഇതിന്റെ കാര്യമുണ്ടോ, അനീഷ് അത് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ. അനീഷ് അങ്ങ് ക്യാപ്റ്റന്റെ പ്രേതം കൂടിയാലും എല്ലാം ഷാനവാസ് ചെയ്യുന്നതിന് മുന്നേ പുള്ളി തന്നെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ആ നോമിനേഷന്റെ കാര്യം അനീഷിന്റെ കാര്യമൊക്കെ ചോദിച്ചു. പിന്നെ ആര്യനെയൊക്കെ ആ സമയത്ത് തന്നെ സേവ് ചെയ്തു, ആ ഷാനവാസിനെയൊക്കെ ആ സമയത്ത് തന്നെ സേവ് ചെയ്തു കേട്ടോ. പിന്നെ അത് അടുത്തത് ലാലേട്ടൻ അനീഷിനെ ആരാണ്ട് ഉപഗ്രഹം എന്ന് വിളിച്ചല്ലോ എന്ന് ഞാൻ ലൈവിനകത്തൊന്നും ഞാൻ കേട്ടില്ല. അനീഷിനെ ഉപഗ്രഹം എന്ന് വിളിക്കുന്നത് ലാലേട്ടനെ വിളിക്കാൻ തോന്നി വിളിച്ചാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ലാലേട്ടൻ ഉപഗ്രഹം എന്ന് പറഞ്ഞ പേരും കൂടി ഉണ്ട് അനീഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഉപഗ്രഹം എന്നുള്ള പേരും ഇട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറെ അത്യാവശ്യം കാര്യങ്ങൾ ചോദിച്ചു പെറുക്കി പോകുന്നല്ലാണ്ട് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഇന്നത്തെ എപ്പിസോഡിന് വന്നില്ല. പിന്നെ ടാസ്ക് ക്യാപ്റ്റൻസി ടാസ്കാണ് നടന്നത്. അത് സൈക്കിളിങ്ങിന് വട്ടത്തിനകത്ത് സൈക്കിളുണ്ട്. ആ സൈക്കിളിനകത്ത് 3 പേര്, ജിസയിലും ആര്യനും അഭിലാഷും. അപ്പൊ അഭിലാഷിനെ ആര്യൻ ചവിട്ടി ആ കളത്തിന് പുറത്ത് കാല് പോയി അഭിലാഷ് ഔട്ടായി. പിന്നെ ജിസേലിനെ ഔട്ടായി. അങ്ങനെ ആര്യൻ ക്യാപ്റ്റനായി. എനിക്ക് ക്യാപ്റ്റൻസി ടാസ്ക് ഒന്നും ഒട്ടും ഇഷ്ടപ്പെട്ടു, ഒരു രസമില്ലായിരുന്നു. നമുക്ക് കണ്ടോണ്ടിരിക്കാൻ ത്രില്ലില്ലായിരുന്നു. ഒരു നനഞ്ഞ മൊത്തത്തിലൊരു സുഖമില്ലായിരുന്നു. സാധാരണ 10:30 വരെയുള്ള എപ്പിസോഡൊക്കെ 10 മണിയായപ്പോഴത്തേനും തീർന്നു. പിന്നെ ഹൗസിലെ കാര്യങ്ങളാട്ടോ കാണിച്ചുകൊണ്ടിരുന്നത്. ഹൗസിലെ കാര്യങ്ങളിലത് മെയിനായിട്ട് ശൈത്യ അനുവിനെ പിന്നിൽ നിന്ന് നല്ല കുത്തിയിട്ടുണ്ട്. കട്ടപ്പയുടെ കുത്തുപോലെ ഒരു കുത്ത് അനുവിനെ കുത്തിയിട്ടുണ്ട്. ശൈത്യ അത്രയും നേരം അനുവിന്റെ കൂടത്തിൽ നടന്ന് എല്ലാം പറയുകയും കുലസ്ത്രീകളുടെ രീതിയിലൊക്കെ എല്ലാം പറയുകയും പെറുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേനും നേരെ നമ്മുടെ കലാഭവൻ സരികയുടെ അടുത്തെന്ന് പറയുന്നു, ചേച്ചി ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അനു പറഞ്ഞപ്പോൾ ഞാൻ കേൾക്കാതിരുന്നതേ ഉള്ളൂ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും തൊട്ട് മുമ്പ് വരെ ശൈത്യ അനുവിനോട് പറഞ്ഞ നമ്മൾ കേട്ടാണ്. ഇവർക്കിങ്ങനെ ജിസയില് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ഇവർക്ക് കാണാനായിട്ടാ, എന്തിനാ നമുക്കറിയാലോ, ആ രീതിയിലൊക്കെ ശൈത്യ സംസാരിച്ചത്. അപ്പൊ അനുവിന് പുറത്ത് ഫുൾ നെഗറ്റീവ് ആണെന്നോർത്തോണ്ട് ശൈത്യ നേരെ അനുവിന്റെ അടുത്തുനിന്ന് കാലുമാറി ഇവരുടെ അടുത്തോട്ട് പതേ ജിസലിന്റെ അടുത്തോട്ട് ചാഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യം ശൈത്യ സേവ് ആയത് തന്നെ അനുവിന്റെ സപ്പോർട്ട് അനുവായിട്ട് ചേർന്നുകൊണ്ടാണ് ഈ ആഴ്ച ശൈത്യ സേവ് ആയത്. അപ്പൊ ലാസ്റ്റ് വരെ ജിസേലിനെ ശൈത്യനെയും കൊണ്ടുവന്നത് ജിസേലിനെ എടുത്തു ശൈത്യയാക്കി. അപ്പൊ ലാലേട്ടനൊരു വാണിംഗ് പോലെ കൊടുത്തു. അപ്പൊ ശൈത്യക്കറിയാം ശൈത്യ ഇതിൽ പെർഫോമൻസ് ചെയ്യുന്നില്ലെന്ന്. അങ്ങനെ ഈ ആഴ്ച നോ എവിക്ഷൻ കാണിച്ച് ആ സംഭവം ഇതങ്ങായി പോയി. ശൈത്യ അങ്ങനെ സേവ് ആവുകയും ചെയ്തത്. പക്ഷെ ഈ ആഴ്ച കട്ടപ്പാക്കുത്ത് കുത്തിയത് കാരണം എങ്ങനെയാണെന്നറിയാൻ പാടില്ല. ശൈത്യം മിക്കവാറും അടുത്ത ആഴ്ച തന്നെ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ആഴ്ച കൂടുതൽ അനുവിന്റെ സപ്പോർട്ടേഴ്സിൽ നിന്ന് കുറെ വോട്ട് ശൈത്യക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ശൈത്യയുടെ ആ ഒരു മറുകണ്ഠം ചാടല് നിന്ന നിപ്പിള് തന്നെ അനുവിന്റെ തലയിലോട്ട് എല്ലാ കുറ്റവും കൊണ്ടുവച്ചിട്ട് ശൈത്യം നല്ല മിടുക്കിയായിട്ട് അവിടെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. അത് ശൈത്യക്ക് ശരിക്കും നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അനു അവിടെ പോസിറ്റീവ് ആവുകയും ചെയ്യും, ശൈത്യം നെഗറ്റീവ് ആവുകയും ചെയ്യും. പിന്നെ ബിൻസിയുടെ അപ്പാനിശരത്തിന്റെ കാര്യം അവർ തമ്മിൽ ഞാനും ഓർത്തു, നമ്മൾ ലൈവിലൊന്നും അത്ര കണ്ടമാനമായിട്ട് അവർ ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ പോകാൻ നേരം ഇപ്പൊ അപ്പാനി കിടന്ന് ഭയങ്കരമായിട്ട് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേനും ഒരു സൈഡിൽ ഇരുന്ന അക്ബറും അപ്പാനിയും കൂടെ അനുവിനെക്കാട്ടിലും ബെറ്റർ രേണു അനുവിനെക്കാട്ടിലും എന്ത് ക്വാളിറ്റി ഉണ്ട്, നല്ല ഇതാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ രേണുവിന്റെ പൊസിഷൻ അടുത്ത് അപ്പുറത്തെ ക്യാമറ കാണിച്ചപ്പോ രേണു നമ്മുടെ ശാരിക ചോദിക്കുന്നു രേണുവിനോട്, ഈ ബിൻസി അപ്പാനി തമ്മിൽ എന്താ പെട്ടെന്ന്, ഞാൻ പോകുമ്പോ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അവരെ 2 ദിവസത്തേനായിട്ട് മിഡ് വീക്ക് സസ്പെൻഷനിലോട്ട് മാറ്റിയായിരുന്നല്ലോ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നല്ലോ. അപ്പൊ ഞാൻ പോകുമ്പോ അവരൊന്നും ഇല്ലായിരുന്നല്ലോ, എന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് തമ്മിൽ എന്താ ഇതൊക്കെ ഉണ്ടെന്നൊക്കെ കൂടെ പറഞ്ഞ് വിടുന്നു. രേണു ആ രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ രേണുവിന് ഇപ്പുറത്തിരുന്ന് നല്ലതായിട്ട് അപ്പാനി അക്ബറോട് പറയുമ്പോ രേണു അവിടെ നടന്ന സംഭവങ്ങൾ അവർ തമ്മിൽ കൈപിടിച്ചിരിക്കുന്നു, അതങ്ങനെ ഹൗസിലുള്ള ആൾക്കാർ പറയുന്നതൊക്കെ രേണു പറയുന്നുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. അങ്ങനെ നല്ല എപ്പിസോഡ് മൊത്തം ഒരു തണുത്ത രീതിയിലുള്ള എപ്പിസോഡായി അതങ്ങ് തീർന്ന്. പിന്നെ കുറെ നേരം ഹൗസിനകത്തെ കാര്യങ്ങൾ കാണിച്ചു. അങ്ങനെ ഹൗസിനകത്തെ കാര്യങ്ങൾ കാണിച്ച കാരണം ശൈത്യ രേണുവിന് നമ്മുടെ അനുവിനിട്ട് കുത്തിയത് നമുക്ക് മനസ്സിലായി. ഇനി അനുവിന്റെ അടുത്ത് വലിയ കാര്യമായിട്ടൊന്നുള്ള ഇതൊന്നും കാണില്ല. അനു കാരണം പുള്ളി നെഗറ്റീവ് ആയോ എന്ന ശൈത്യ വിചാരിച്ചേക്കുന്നത് കേട്ടോ. പക്ഷെ ശൈത്യക്ക് ശരിക്കും നെഗറ്റീവ് അടിക്കും. അനു പതിയെ പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. അവിടെ കുറച്ചുപേരെ കളിക്കുന്നുള്ളൂ. അതിൽ അനുവിന്റെ കൂടെ നിന്ന് കാരണം ആ ശൈത്യക്ക് കുറച്ചെങ്കിലും വോട്ട് കിട്ടിയത്.
ഇനിയിപ്പോൾ അതും ഇല്ലാണ്ടായി പോകും തോന്നും. മിക്കവാറും അടുത്ത ആഴ്ച ശൈത്യം തന്നെയായിരിക്കും പോകുന്നത്, വേറെ ആരും പോകാൻ ചാൻസ് കുറവാണ്. കുറെ പേര് അതിനകത്ത് കളിക്കാത്തതുണ്ട്, അവരെയൊക്കെ പിടിച്ച് പുറത്ത് കളഞ്ഞിട്ട് നല്ല വയൽക്കാടിനെയൊക്കെ കുറെ കയറ്റി വിടുകയാണ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ തണുത്ത ഞായറാഴ്ചയും ശനിയാഴ്ചത്തുള്ള എപ്പിസോഡ് വേണ്ട. ഇച്ചിരി കൂടെ നല്ല ലാലേട്ടൻ നല്ല ജിൽ നിൽക്കുന്ന എപ്പിസോഡാണ് വേണ്ടത്. അത് കാണാനേ നമുക്കൊരു രസമുണ്ട്. ഇവരിങ്ങനെ ഓരോ ഞായറാഴ്ച വരുമ്പോൾ ലാലേട്ടൻ അത് ചോദിക്കും, ലാലേട്ടൻ ഇവർ ഫയർ ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷിച്ച് നമ്മളിരുന്നിട്ട് ലാലേട്ടൻ വന്നിട്ട് ഒന്നുമില്ല, എല്ലാം നോർമൽ രീതിയിൽ ലാലേട്ടൻ കളിച്ച് ചിരിച്ച് കൂടെ അങ്ങ് പോയി. എന്തോ പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡ് തീർന്നു. ഇന്നിപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ ലൈവ് അപ്ഡേറ്റും ഒക്കെ ആയിട്ട് ഉടനെ വരാട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കരുത്.